എല്ലാവർക്കും നമസ്കാരം. PK ലേണിംഗ്സിന്റെ ഒരു സ്ട്രാറ്റജി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഡിഗ്രി പ്രിലിംസ് വരാൻ പോവുകയാണ്. മെയ് 16 സെക്കൻഡ് ഫേസ്, പിന്നീട് ജൂണിൽ തേർഡ് ഫേസ്. നിങ്ങളുടെ ഫേസ് ഏതുമായിക്കൊള്ളട്ടെ, എക്സാം ഹാളിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം ഈ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്, ഡിഗ്രി പ്രിലിംസിനുള്ള നിങ്ങളുടെ സ്ട്രാറ്റജി എന്തായിരിക്കണം, എക്സാം ഹാൾ സ്ട്രാറ്റജി എന്തായിരിക്കണം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണിത്. സോ വെൽക്കം ടു ദ വീഡിയോ. ഇതിനകത്ത് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എങ്കിലും ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനായിട്ട് 100 മാർക്സിന്റെ പേപ്പറാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് പോവേണ്ടത്. 1 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ 1/3, അതായത് 0.33 മാർക്സ് നിങ്ങൾക്ക് നെഗറ്റീവ് വരും. ഓക്കെ, 50 മാർക്കിന് ജനറൽ നോളജും 50 മാർക്കിന് മാത്സ് ഇംഗ്ലീഷ് മലയാളമാണ് വരുന്നത്. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് മാത്സ് 20 മാർക്ക്, ഇംഗ്ലീഷും 20 മാർക്സ്, പക്ഷെ മലയാളം 10 മാർക്സ്. MEM എന്ന് നമ്മൾ ചെല്ല പേരിൽ വിളിക്കുന്ന മാത്സ് ഇംഗ്ലീഷ് മലയാളം. മാക്സിമം മാർക്സ് 2ൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കളിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റിലാണ്. കാരണം 75 മിനിറ്റ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിന് കിട്ടുന്ന സമയം എന്ന് പറയുന്നത്, അതായത് 1 hour 15 minutes. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 100 ക്വസ്റ്റ്യൻസ് ആണ്, വിച്ച് മീൻസ് ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റ് പോലും തികച്ച് കിട്ടുന്നില്ല. OMR ഫിൽ ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ ആകെ കിട്ടുന്നത് എത്രയാണ്? 40 to 45 സെക്കൻഡ് പെർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയാണ് സ്ട്രാറ്റജി കിടക്കുന്നത്. എന്തുകൊണ്ട്, എങ്ങനെ വേണം നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാനായിട്ട്, അതായത് ദ സ്മാർട്ട് പ്രയോറിറ്റൈസേഷൻ. ഓക്കെ, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഏറ്റവും കോൺഫിഡൻ്റ് ആയ ഏരിയ ഏതാണോ അത് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ ചിലർക്ക് ജനറൽ നോളജിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ, സിവിക്സോ കമ്പ്യൂട്ടറോ കോൺസ്റ്റിറ്റ്യൂഷനോ ഇക്കണോമിക്സോ ഏതെങ്കിലും ആയിരിക്കും നിങ്ങളുടെ കോൺഫിഡന്റ് ഏരിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല, മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ ഏതെങ്കിലും ആണ് നിങ്ങളുടെ കോൺഫിഡന്റ് ഏരിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇംഗ്ലീഷിലായിരിക്കും. അല്ലെങ്കിൽ ഇംഗ്ലീഷ് കഴിഞ്ഞ് ഞാൻ മലയാളത്തിലേക്ക് പോകും, അത് കഴിഞ്ഞ് ഞാൻ മാത്സിലേക്ക് പോകും, പിന്നീട് ഞാൻ ജനറൽ നോളജിലേക്ക് പോകും. ഇത് എന്റെ പ്രയോറിറ്റിയാണ്. കാരണം എന്റെ ഫേവറേറ്റ് സബ്ജക്ട്സും ഞാൻ സ്കോർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുള്ള ഏരിയകളും ഇതാണ്. അങ്ങനെയാണ് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്യുക. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രയോറിറ്റി ഉണ്ടായിരിക്കണം. MEMൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറയുന്നത്, അതായത് ഇംഗ്ലീഷ് വെച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ഏരിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻറ്റ് ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ ഒരു 10 to 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുമ്പോൾ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് വരും. ഓക്കെ, ഇത് സെറ്റായി, ഇനി അടുത്തതിലേക്ക് പോവാം. ആൻഡ് പിന്നീട് സെക്കൻഡ് പ്രയോറിറ്റിയിൽ വരുന്ന മാത്സ് ആണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു 10 to 15 അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുകയാണ്. ഒരു 5 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങൾ അവസാനത്തേക്ക് വെക്കുകയാണെങ്കിൽ പോലും ആ ഒരു 10 to 15 അറ്റംപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസിൽ വേണം പിന്നെ നിങ്ങൾ തേർഡ് പ്രയോറിറ്റിയിലേക്ക് പോകാനായിട്ട്. അത് മലയാളമായിരിക്കാം. അതിനകത്ത് ഒരു 5 to 8 നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുക. ആൻഡ് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ നമ്മൾ ആദ്യത്തെ ആ ഒരു റൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്ത് പോകുന്നത്. സോ ഈ അറ്റംപ്റ്റ്സ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങളവിടെ ഷുവർ ആയിട്ട് 100% നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് വെക്കുകയും അതൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുകയും പിന്നെ നമുക്ക് അധികം പ്രെഡിക്റ്റബിൾ അല്ലാത്ത, അതായത് ജനറൽ നോളജിൽ നിന്ന് നിങ്ങൾ എത്രയൊക്കെ പഠിച്ചു പോയാലും ആ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പ്രെഡിക്റ്റബിൾ അല്ല. ഏത് ഏരിയയിൽ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ചില സെക്ഷൻസ് വളരെ ഈസി ആക്കിയിടാം, ചില സെക്ഷൻസ് ഹൈലി ടഫ് ആക്കിയിടാം. നിങ്ങൾക്ക് ഫേവറബിൾ ആയ ഒരു ദിവസമാണ് എക്സാം ഡേ എന്ന് വെച്ചാൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചു പോയിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കാം ഒരു പക്ഷേ ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്തൊരു ദിവസമാണ് എങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തൊരു സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. അപ്പോഴും പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ടഫ് ക്വസ്റ്റ്യൻസ് ആണ് എങ്കിൽ അത് എല്ലാവർക്കും ടഫാണ്. എല്ലാവരും അത് അറ്റൻഡ് ചെയ്ത് കട്ട് ഓഫ് കൂട്ടാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട. പിന്നെയോ സ്മാർട്ട് പ്രയോറിറ്റൈസേഷൻ. ഇത്രയും സബ്ജക്ട്സ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഹിസ്റ്ററി 10 മാർക്കിന്, ജോഗ്രഫി 5 മാർക്കിന്, ഇക്കണോമിക്സ് 5 മാർക്കിന്, സിവിക്സ് 5 മാർക്കിന്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിന്, ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ സ്പോർട്സ് 10 മാർക്കിന്, കമ്പ്യൂട്ടർ 5 മാർക്കിന്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കിന്, മാത്സ് ആൻഡ് റീസണിങ് 20 മാർക്കിന്, ഇംഗ്ലീഷ് 20 മാർക്കിന്, മലയാളം 10 മാർക്കിന് അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജ് 10 മാർക്കിന്. സോ ഇതിനകത്ത് നിങ്ങൾ ഏത് രീതിയിലായിരിക്കും, അതായത് ജനറൽ നോളജ് ആണോ മാത്സ് ഇംഗ്ലീഷ് മലയാളമാണോ നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുന്നത്, അതിലേതാണ് നിങ്ങളുടെ കോൺഫിഡൻറ്റ് ഏരിയ എന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് വേണം നിങ്ങൾ പോവാനായിട്ട്. സെക്യൂറിംഗ് ദ റാങ്ക് വിത്തിൻ ദ ഫസ്റ്റ് 20 മിനിറ്റ്സ് എന്ന് പറയുന്നത് ആ ഒരു 20 മിനിറ്റിൽ തന്നെ ഒരുവിധം നിങ്ങൾക്ക് ഷുവർ ആയ എല്ലാ ക്വസ്റ്റ്യൻസും, ഷുവർ ആയ 100% ഷുവർ ആയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം സ്കോർ കിട്ടുമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം പിന്നീട് വരുന്ന നിങ്ങളുടെ ലെസ് പ്രയോറിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ടഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന
അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള നിങ്ങളൊരു ആവറേജ് ലെവലിൽ മാത്രം പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയകളായിരിക്കും. അതിലേക്ക് പോകുമ്പോൾ ഓക്കെ, അധികം റിസ്ക് എടുക്കാതെ നല്ല നിങ്ങൾക്ക് ഫേവറബിൾ ആയി വരാവുന്ന ഒരു അറ്റംപ്റ്റ്സിലേക്ക് കടക്കണമെങ്കിൽ ഇവിടെ നിങ്ങളുടെ ഇത്രയും ഏരിയ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ വൃത്തിയായി നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. ഒരു ഏരിയയിലും നിങ്ങൾ സ്റ്റക്ക് ആവാൻ പാടില്ല. അതായത് അവിടെ ഒരു 20-30 സെക്കൻഡ് എക്സിക്യൂട്ടീവ് ഡിസിഷൻ എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ 40 to 45 സെക്കൻഡ് മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒരു 20 to 30 സെക്കൻഡ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞ് നിങ്ങൾ ഉടനടി തീരുമാനം എടുക്കാൻ പറ്റണം. ഈ ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ള ക്വസ്റ്റ്യന് ആൻസർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിലും ഒരു മാത്സിന്റെ ക്വസ്റ്റ്യൻ കണ്ടു, നിങ്ങൾ പഠിച്ചതാണ്, നിങ്ങൾക്ക് ട്രിക്ക് അറിയാം, പെട്ടെന്ന് അപ്ലൈ ചെയ്ത ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോ ഇഷ്യൂസ്, ഗോ അഹെഡ് വിത്ത് ഇറ്റ്. പക്ഷെ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ 1 മിനിറ്റ് ഇട്ടു, 2 മിനിറ്റ് ഇട്ടു, 3 മിനിറ്റ് ഇട്ടു, ഉത്തരം കിട്ടിയില്ല, ഞാൻ 3 മിനിറ്റ് ഇത് കഴിഞ്ഞു എന്നിട്ടും എനിക്ക് ആൻസർ കിട്ടിയില്ലല്ലോ എന്നുള്ള കുറ്റബോധത്തിലോ ഞാൻ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തതാണ് എനിക്കിതിന് ആൻസർ കിട്ടിയേ പറ്റൂ എന്നുള്ള ഈഗോയിലോ നിങ്ങൾ ഒരു ക്വസ്റ്റ്യനിലും സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ദി ആൻസർ, നിങ്ങളൊരു ലെജിറ്റിമേറ്റ് ടൈം അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലെങ്കിൽ ആ ഈഗോയും ഗിൽറ്റും മാറ്റി നിർത്തി നിങ്ങൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ജമ്പ് ചെയ്യാനായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു ക്വസ്റ്റ്യനിലും നിങ്ങൾ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. ഇപ്പൊ നിങ്ങൾ സ്റ്റക്ക് ആക്കുന്ന ചില ഏരിയകൾ നിങ്ങൾക്കറിയാം, നമ്പർ സീരീസുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഓഡ് മാൻ ഔട്ട് വരുമ്പോൾ. കാരണം ഇതൊക്കെ മിക്കവാറും 100% പോസിബിലിറ്റി അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഓവർ ദ ഇയേഴ്സ് കണ്ടുവന്നിരിക്കുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ ക്യാൻസലേഷൻ വന്ന് വേറെ എന്തെങ്കിലും ലോജിക്കുകളും അപ്ലിക്കബിൾ ആവാവുന്ന സന്ദർഭത്തിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഈ നമ്പർ സീരീസ്, ഓഡ് മാൻ ഔട്ട് ഒക്കെ എലിമിനേറ്റ് ആയി പോകുന്ന അല്ലെങ്കിൽ ഡിലീഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അവിടെ നിങ്ങൾ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവാൻ പോകുന്നില്ല. ബാക്കി ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ണോടിച്ച് എത്തിയിരുന്നെങ്കിൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് പോലും നിങ്ങൾക്ക് എത്താൻ പറ്റാത്തൊരവസ്ഥ ഈ അനാവശ്യ ക്വസ്റ്റ്യനുകളിൽ സമയം അനാവശ്യമായി ചെലവാക്കിയത് കൊണ്ട് ഉണ്ടാവരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഇൻസ്റ്റന്റ് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുക, ഒരു ക്വസ്റ്റ്യൻ കണ്ട് ആ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യോ ഇല്ലയോ എന്നുള്ള ഡിസിഷൻ അപ്പോൾ തന്നെ എടുക്കുക. ആൻഡ് ഗാർഡ് അഗെയിൻസ്റ്റ് ഈഗോ ട്രാപ്പ്, ആ ഗിൽറ്റ്, ഞാൻ ഇത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്തു എന്ന കുറ്റബോധമോ, ഇത്രയും സമയം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഈ ആൻസർ കിട്ടിയില്ല, ഇത് കിട്ടിയിട്ടേ ഞാൻ പോകൂ, എനിക്ക് പ്രിലിംസ് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, ഈ ആൻസർ എനിക്ക് കിട്ടിയിരിക്കണം എന്നുള്ള ഈഗോയിലൊന്നും നിങ്ങൾ നിൽക്കരുത്. നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല. 100 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അതിനകത്ത് മാക്സിമം ക്വസ്റ്റ്യൻസിന് കറക്റ്റായി ആൻസർ ചെയ്ത് കട്ട് ഓഫ് കടക്കുക, മെയിൻസ് എഴുതാൻ ക്വാളിഫൈഡ് ആവുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, സോ സ്റ്റക്ക് ആവരുത്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഒരു 3 സ്റ്റേജ് സ്ട്രാറ്റജി, നിങ്ങൾ എങ്ങനെയാണോ ഇതുവരെ പ്രിലിംസിന് പഠിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട്, അതായത് ഒരു 10-20 മോക്ക് ടെസ്റ്റ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടാവാം. ആൻഡ് അതിൻ്റെ ബേസിസിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവാം. ഉണ്ടെങ്കിൽ വെരി ഗുഡ്, അത് നല്ലതാണ്, അത് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക. ലാസ്റ്റ് മിനിറ്റ് മറ്റൊരാൾ തരുന്ന സ്ട്രാറ്റജി അല്ല നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഓക്കെ, പക്ഷേ നമ്മൾ കാലങ്ങളായി കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ പ്രിപ്പറേഷനിൽ ഇതിനകത്ത് അത്യാവശ്യം പരിജ്ഞാനമുള്ളവർ പറഞ്ഞ് കേട്ടതനുസരിച്ച് ഒരു 3 സ്റ്റെപ്പ് സ്ട്രാറ്റജിയാണ് സാധാരണഗതിയിൽ ഈ 100 ക്വസ്റ്റ്യൻസ് ഉള്ള ഇതുപോലത്തെ ഒരു OMR ഒക്കെ ബബിൾ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് ഫസ്റ്റ് റൗണ്ട്, അതായത് 3 റൗണ്ടുകളിലായിട്ടായിരിക്കും നമ്മൾ ഇറ്ററേഷൻ എന്ന് പറയും. ഓരോ ഇറ്ററേഷനിലും നമുക്ക് ഷുവർ ആയിട്ട് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് പോകുന്ന ഒരു സ്ട്രാറ്റജി. 3 റൗണ്ടുകളിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 100% നമുക്ക് കിട്ടും, ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് ഉറപ്പുള്ള ആൻസേഴ്സിലേക്ക് മാത്രം എത്തും. ഇവിടെയും പ്രയോറിറ്റൈസേഷൻ ആണ്. ഏറ്റവും നന്നായി നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഷുവർ ആയ, ഇവിടെ ഒട്ടുമിക്കതും ഫാക്ച്വൽ ആയ, അതായത് ഇംഗ്ലീഷ്, മലയാളം, മാത്സിലൊക്കെ പെട്ടെന്ന് ആൻസേഴ്സ് എടുത്ത് നമുക്ക് വരാൻ പറ്റും. അതായത് അതിനകത്ത് ആൻസർ ഇതാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതാണ് അതിന്റെ ആൻസർ, അല്ലെ? നമ്മൾ പഠിച്ചിട്ടാണ് പോകുന്നത്. അപ്പൊ ആ ആൻസറുകളും പ്ലസ് GK നമുക്ക് ഈസിലി ഫാക്ച്വൽ ആയിട്ടോ അല്ലെങ്കിൽ കോമൺ സെൻസിലോ എലിമിനേഷൻ മെത്തേഡിലോ ഒക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ആൻസേഴ്സിലേക്ക് എത്തുക എന്നുള്ളതാണ്. അത് എത്ര ക്വസ്റ്റ്യൻസ്, എത്ര ആൻസേഴ്സ് എന്ന് ഞാൻ ഇവിടെ ഒരു പ്രഡിക്ഷനിലേക്ക് വരുന്നില്ല. കാരണം 3 ഫേസ് ഉണ്ട്. കഴിഞ്ഞ 3 വർഷമായിട്ട് കണ്ടുവരുന്നത് ഈ 3 ഫേസുകളിലും ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് ഫേസിൽ ഒരു പക്ഷേ ഈസി ആയിട്ട് ഇത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പക്ഷേ സെക്കൻഡ് ഫേസിൽ ഫസ്റ്റ് റൗണ്ടിൽ
അത്ര നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ബിക്കോസ് ഡിഫറെന്റ് ലെവൽ ഓഫ് ഡിഫിക്കൽട്ടിയിലാണ് 3 ഫേസിലും എക്സാമുകൾ വന്നിരിക്കുന്നത്. ഈ വർഷം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്ര ക്വസ്റ്റ്യൻസ് ഓരോ റൗണ്ടിൽ നിന്ന് പറയാൻ പറ്റില്ല. നിങ്ങളുടെ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങൾ പഠിച്ചതനുസരിച്ച്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതനുസരിച്ച് ഫസ്റ്റ് റൗണ്ടിൽ 100% ഷുവർ ആയ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. സെക്കൻഡ് റൗണ്ടിൽ 50%, അതായത് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ 30 to 40 സെക്കൻഡ്സിന് 20 to 30 സെക്കൻഡ്സിനിടയ്ക്ക് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവും, ഞാൻ ഇത് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത്. ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്റ്റക്ക് ആയിരിക്കും. അതായത് 2 ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റി, ഈ 2 എണ്ണം തമ്മിലാണ് എനിക്ക് ഡൗട്ട്. അപ്പൊ നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ വന്നിട്ട്, അപ്പൊ ഫസ്റ്റ് തന്നെ നിങ്ങളത് നിർബന്ധ ബുദ്ധിയോടുകൂടി അതിനൊരു ആൻസർ കണ്ടുപിടിച്ച് ഇപ്പൊ തന്നെ ഞാനത് ആൻസർ ചെയ്യും എന്ന് വിചാരിച്ച് പോവാതെ ആദ്യം 100% ഷുവർ ആയ എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ വന്ന് ഈ 2 ഓപ്ഷൻസ് ബാക്കിയുള്ള 50-50 നിങ്ങൾ നിൽക്കുന്ന ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഒരു പക്ഷേ ഒരു തവണ കൂടെ ഒരു ഫ്രഷ് മൈൻഡോട് കൂടി വന്ന് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിന് കൃത്യമായ ആൻസർ ഓർമ്മ വരാം, നിങ്ങൾ അതിന് ആൻസർ ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ ചില റിസ്കുകളും എടുക്കേണ്ടി വരും. അതും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ പ്രിപ്പറേഷന്റെ, നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗിന്റെ ബേസിസിലാണ് 50-50 നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ അറിയില്ലെങ്കിൽ നിങ്ങൾ ആൻസർ എടുക്കേണ്ടത്. ടെസ്റ്റ് സീരീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സിലബസിനനുസരിച്ചുള്ള കണ്ടന്റ് കയ്യിലുള്ള ഒരു വ്യക്തിയുടെ ഇൻറ്റ്യൂഷനിൽ നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ്. അതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ആൻസറിലേക്കും എത്താവുന്നതാണ് 50-50. ഓക്കെ, റിസ്ക് എടുക്കേണ്ടടുത്ത് റിസ്ക് എടുക്കാം. ഓക്കെ, ഇനി ലാസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഡീപ് തിങ്കിങ് വേണ്ട. അതായത് ഇതെനിക്ക് ഒരു ഐഡിയ ഇല്ല, പക്ഷെ ഞാൻ ഇത് അറ്റൻഡ് ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ വെച്ചിരിക്കുന്ന ചിലത്, അതായത് 4 ഓപ്ഷനിലും ഐഡിയ ഇല്ല. ഇപ്പൊ 4 ഓപ്ഷനിലും ഐഡിയ ഇല്ല, ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ല എങ്കിൽ ഞാനാണ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യില്ല. ഐ മീൻ എന്റെ മുന്നിലാണ് ആ ക്വസ്റ്റ്യൻ എങ്കിൽ ഞാൻ അത് അറ്റൻഡ് ചെയ്യില്ല, ഞാൻ സ്കിപ്പ് ചെയ്യും. കാരണം 100 ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം എന്നൊരു നിർബന്ധം ഇവിടെ ഇല്ല. മാക്സിമം മാർക്സ് സ്കോർ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എഡ്യൂക്കേറ്റഡ് ഗെസ്, അതായത് ഒരു ഓപ്ഷൻ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ 3 ഓപ്ഷൻ തമ്മിലാണ് നിങ്ങളുടെ ഡൗട്ട്. ആ 3 ഓപ്ഷനിലകത്ത് ഏറ്റവും നിങ്ങൾ പഠിച്ചതനുസരിച്ച്, നിങ്ങളുടെ ഇൻറ്റ്യൂഷന്റെ ബേസിസിൽ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേറ്റഡ് ഗെസ് എടുക്കാവുന്നതാണ്. വൈൽഡ് ഗസ്സുകളിലേക്ക് പോവാതിരിക്കുക. അതായത് ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ടില്ല, പക്ഷെ 100 ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് വന്നത് എന്ന് വിചാരിച്ച് വൈൽഡ് ഗസ്സുകൾ എടുക്കാതിരിക്കുക, നെഗറ്റീവ് അടിക്കാതിരിക്കുക. ഓക്കെ, നെഗറ്റീവ് അടിക്കും എന്ന പേടിയിൽ നിങ്ങൾ അറ്റംപ്റ്റ് കൊടുക്കാതിരിക്കുകയും വേണ്ട. ആ ക്വസ്റ്റ്യന്റെ മെറിറ്റിനനുസരിച്ച്, ഇനി പറയാം, ക്വസ്റ്റ്യന്റെ മെറിറ്റിനനുസരിച്ച് വേണം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി ഡു നോട്ട് പ്രെഡിക്ട് ദ കട്ട് ഓഫ് ഡ്യൂറിംഗ് ദി എക്സാം. അതായത് നിങ്ങൾ എക്സാം ഹാളിൽ ഇരിക്കുന്നു, 100 ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ 10 ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഭയങ്കര ഈസിയാണ് എക്സാം എന്ന് തോന്നി. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഭയങ്കര ഈസിയാണ്, പേപ്പർ ഭയങ്കര ഈസിയാണ്, ഞാൻ ഇത്ര അറ്റംപ്റ്റ് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ ക്വാളിഫൈ ചെയ്യില്ല, അത്ര തരത്തിലേക്കുള്ള, അതായത് കഴിഞ്ഞ വർഷം ഇത്രയായിരുന്നു കട്ട് ഓഫ്, അപ്പൊ ഇത് ഇത്ര ഈസി ആയിരുന്നു, എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടാവും, അപ്പൊ ഇത്ര കയറാൻ ചാൻസ് ഉണ്ട് കട്ട് ഓഫ് എന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രഡിക്ഷൻസും, കട്ട് ഓഫിന്റെ പ്രഡിക്ഷൻസ്, അത് നിങ്ങൾ കട്ട് ഓഫ് കൂട്ടി വെക്കാനോ കുറച്ച് വെക്കാനോ എക്സാം ഹാളിൽ ഇരുന്ന് നോക്കണ്ട. കട്ട് ഓഫ് അതിന്റെ വഴിക്ക് വന്നോളും. എല്ലാവരും എക്സാം എഴുതിയ രീതി, നിങ്ങൾ ആ എക്സാം ഹാളിൽ ഇരുന്ന് കണ്ട ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല എക്സാം ഹാളിന് പുറത്ത് വന്ന് നിങ്ങൾ അത് ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നത്, അല്ലെ? പലപ്പോഴും നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് എക്സാം ഹാളിൽ ഇരുന്ന് യാതൊരു തരത്തിലുള്ള പ്രഡിക്ഷൻസിലേക്കോ അത് ബേസ് ചെയ്തിട്ടുള്ള എലിമിനേഷൻ സ്ട്രാറ്റജികളിലേക്കോ നിങ്ങൾ പോകരുത്. നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ടേക്ക് ഈച്ച് ക്വസ്റ്റ്യൻ ഫോർ ഇറ്റ്സ് മെറിറ്റ്. ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. ഈസി ക്വസ്റ്റ്യൻ ആണോ, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിച്ചതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ആ റിസ്ക് എടുക്കുക. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പറയുന്നുണ്ട് ഒരു ആൻസർ, നിങ്ങൾക്ക് അത് ചെയ്യണമെന്നുണ്ട്, നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം അഗൈൻ ഐ എം സെയിങ്, നിങ്ങളുടെ പ്രാക്ടീസ്, നിങ്ങൾ പഠിച്ചതിന്റെ ബേസിസിൽ, നിങ്ങൾ സിലബസ് എത്രമാത്രം കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ നിങ്ങൾ എടുക്കേണ്ട എഡ്യൂക്കേറ്റഡ് ഗെസ് ആണ് ആ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന മെറിറ്റ്. ചിലത് വളരെ ടഫായ, അല്ലെങ്കിൽ ഒരു തരത്തിലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ലാത്ത തരത്തിൽ നമ്മൾ ഒരുപാട് സമയം ആ ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചില സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ PSC ഇട്ട് നമ്മൾ ട്രാപ്പിലേക്ക് ആക്കാൻ ശ്രമിക്കും. സ്റ്റക്ക് ആവരുത്. അതിന്റെ ബേസിസിലൊന്നും ഒരു ക്വസ്റ്റ്യന്റെയോ 2 ക്വസ്റ്റ്യന്റെയോ ബേസിസിലൊന്നും നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനെ ജഡ്ജ് ചെയ്ത് കട്ട് ഓഫ് ഒന്നും എക്സാം ഹാളിൽ ഇരുന്ന് തീരുമാനിച്ച് നിങ്ങളുടെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിന്റെ അറ്റംപ്റ്റ് കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും ശ്രമിക്കരുത്. നിങ്ങളുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിക്കുക. എഗെയിൻ 3 റൗണ്ടിലാണ് എക്സാം നടക്കുന്നത്. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും, അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. ഇനി അതല്ല, നിങ്ങൾ ഈ 3 റൗണ്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആദ്യത്തെ റൗണ്ടിൽ
റൗണ്ടിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെജിറ്റിമേറ്റ് നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് നിങ്ങൾ കൊടുക്കുക. രണ്ടാമത്തേതിലും 50-50 ക്യാൻസൽ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൊടുക്കുക. മൂന്നാമത്തേതിൽ വിടേണ്ടത് ഏതാണ് എന്നുള്ളത് നല്ലപോലെ തീരുമാനിക്കുക. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഗസ്സും എടുക്കാൻ പറ്റുന്നില്ല, ഇത് വിട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ എനിക്ക് നെഗറ്റീവ് അടിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തുക. ബാക്കി ഓക്കെ ഇതായിരിക്കാം ആൻസർ, ഇത് കൊടുത്തു നോക്കാം എന്ന് നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് പറയുന്ന, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളോട് പറയുന്ന, നിങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്തിട്ട് വരിക. ഒരു രീതിയിലും കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്ത് നിങ്ങളുടെ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് കൂട്ടാനോ കുറയ്ക്കാനോ ശ്രമിക്കരുത്. ക്വസ്റ്റ്യൻ പേപ്പറിനെ അതിന്റെ മെറിറ്റിൽ എടുക്കുക, ഓരോ ക്വസ്റ്റ്യനെയും അതിന്റെ മെറിറ്റിൽ എടുക്കുക. ഓക്കെ, ബ്ലൈൻഡ് ഗസ് വർക്കുകളും അവോയ്ഡ് ചെയ്യുക. ഇത് രണ്ടുമാണ് ഇവിടെ പറയാനുള്ളത്. ഇനി OMR അറ്റൻഡിങ് സ്ട്രാറ്റജി. അഗൈൻ നിങ്ങൾ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തതിന്റെ ബേസിസിൽ നിങ്ങൾക്ക് ഒരു OMR അറ്റൻഡിങ് സ്ട്രാറ്റജി ഉണ്ടാവും. ഞാൻ എൻ്റെ സ്ട്രാറ്റജി പറയാം. ഒരു 50 ക്വസ്റ്റ്യൻസ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് ഞാൻ മാർക്ക് ചെയ്യും. ഓക്കെ, 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. ആദ്യം ഞാൻ MEME എന്നാണ് സ്റ്റാർട്ട് ചെയ്യാറ്. ആ MEM എന്ന സെക്ഷൻ തീർന്നു കഴിഞ്ഞാൽ ഞാൻ OMRൽ ആ 50 ക്വസ്റ്റ്യൻസിൻ്റെയും ഞാൻ ഇത് മാർക്ക് ചെയ്യും. അതിനുശേഷം ഞാൻ ജനറൽ നോളജിലേക്ക് വരും. ജനറൽ നോളജിന്റെ ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് എടുക്കും. ആ 50 ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരുപക്ഷെ എനിക്ക് ആദ്യത്തെ 50 ആദ്യത്തെ റൗണ്ടിൽ ഒരുപക്ഷെ ഒരു 10-20 ക്വസ്റ്റ്യൻസ് ആണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോ, ആ 20 ക്വസ്റ്റ്യൻസ് ഞാൻ മാർക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ പിന്നീട് ഞാൻ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകും. അപ്പൊ സെക്കൻഡ് റൗണ്ടിൽ ഞാൻ ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും ഞാൻ വന്ന് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെയാണ് ഞാൻ ഏതൊക്കെയാണ് മാർക്ക് ചെയ്തത് എന്നുള്ള അടയാളങ്ങൾ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിന് നമുക്ക് PSC പെർമിഷൻ തന്നിട്ടുണ്ടല്ലോ. സോ ഈ രീതിയിലാണ് എൻ്റെ OMR ബബ്ലിംഗ് സ്ട്രാറ്റജി പോവുക. നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജിയാണോ നല്ലത് എന്ന് തോന്നുന്നത് അത് അഡോപ്റ്റ് ചെയ്യുക. ഒറ്റ കാര്യം പറയാനുള്ളൂ, 100 ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് വെച്ചു, പക്ഷെ OMRൽ നിങ്ങൾ ലാസ്റ്റ് 5 മിനിറ്റ്സ് ബബിൾ ചെയ്യാൻ നിൽക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഹൈ റിസ്ക് ആണ്. ഒരു തരത്തിലും നിങ്ങൾ അതിന് നിൽക്കരുത്. ഏത് തരത്തിലാണോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഈ ലാസ്റ്റ് 5 മിനിറ്റ്സ് എന്നതൊന്ന് മാറ്റി നിങ്ങൾക്ക് വലിയ റിസ്ക് ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായ സമയത്തിനുള്ളിൽ കൃത്യമായ ഇടവേളകൾക്കുള്ളിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കി അറ്റംപ്റ്റ് ചെയ്തു, അതിനുശേഷം ബബിൾ ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും ഓക്കെ. 10 ക്വസ്റ്റ്യൻ ചെയ്തു, അതിനുശേഷം 10 ക്വസ്റ്റ്യൻസും ബബിൾ ചെയ്യാൻ നോക്കി, അങ്ങനെ ചെയ്യുന്നവരാണെങ്കിലും ഓക്കെ. ഇനി 50-50 അങ്ങനെയാണെങ്കിലും ഓക്കെ. ഇനി ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു, അപ്പോൾ ഓരോ റൗണ്ടുകൾ കഴിയുമ്പോൾ 3 റൗണ്ട്, ഓരോ റൗണ്ട് കഴിയുമ്പോഴും OMR ബബിൾ ചെയ്യുന്നു, അങ്ങനെ 3 റൗണ്ടുകളും കഴിയുമ്പോൾ OMR ബബിൾ ചെയ്യുന്നു. ഈ രീതിയിലാണെങ്കിലും ഓക്കെ. പക്ഷെ ലാസ്റ്റ് 5 മിനിറ്റ്സിലേക്ക് വെക്കുന്നത് ഒഴിവാക്കുക. ഓക്കെ, കൃത്യമായ ഇന്റർവെൽസിൽ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഉചിതം. ഇത് എന്റെ സജഷൻ ആണ്. യു ക്യാൻ അഡോപ്റ്റ് വാട്ട് എവർ യു വാണ്ട്. അതിനുശേഷം ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. ഇനി ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ടാവട്ടെ, എത്രയൊക്കെ ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവട്ടെ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ എത്രമാത്രം കാം, പീസ്ഫുൾ ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ടാണ് എക്സാം ഹാളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം ഇത്രയായിരുന്നു കട്ട് ഓഫ്, അപ്പോൾ ഈ വർഷം ഇത്ര തന്നെയായിരിക്കും കട്ട് ഓഫ് എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ പോകരുത്. കാരണം ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. LSGDയുടെ മെയിൻസിൻ്റെ പ്രിലിംസിൻ്റെ അല്ല, മെയിൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 95-96 ആ റേഞ്ചിലായിരുന്നു. ഇത് എക്സ്പെക്ട് ചെയ്ത് ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പെക്ട് ചെയ്താണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന് എല്ലാവരും പോകുന്നത്. പക്ഷെ ആ വർഷം കട്ട് ഓഫ് വന്നത്, അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 141 ആയിരുന്നു. ഓക്കെ, 200ലായിരുന്നു ഈ 2 പേപ്പേഴ്സ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ എപ്പോഴും PSC ഫോളോ ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഓരോ ക്വസ്റ്റ്യനെയും ക്വസ്റ്റ്യൻ പേപ്പറിനെയും അതിന്റെ മെറിറ്റിൽ സ്വീകരിക്കുക. അത് ഡിസേർവ് ചെയ്യുന്ന ഒരു ജസ്റ്റിസ് ഉണ്ട്, അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു ഫൈനൽ ലാപ്പ് ഓഫ് പ്രിപ്പറേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. മെയ് 2-ാം തീയതി എക്സാം ഉള്ളവർക്ക് നിങ്ങൾ ആ ഫൈനൽ ലാപ്പ് ഓഫ് റിവിഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും അത് കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യുക. പുതിയ ടോപ്പിക്സ് എടുക്കാതെ നിങ്ങൾ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലപോലെ റിവൈസ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്തപ്പോൾ നിങ്ങൾ വരുത്തിയിട്ടുള്ള തെറ്റുകൾ തിരുത്തി അതെല്ലാം ഒന്ന് കണ്ണോടിച്ച് ആ മിസ്റ്റേക്സ് നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സാമിന്റെ അന്ന് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. വാട്ട് എവർ യുവർ പ്രിപ്പറേഷൻ ഇസ്, ആ പ്രിപ്പറേഷനിൽ ബിലീവ് ചെയ്യുക. നല്ല രീതിയിൽ അറ്റംപ്റ്റ് കൊടുക്കുക. എല്ലാവർക്കും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ ആൻഡ് എല്ലാവർക്കും മെയിൻസ് എഴുതാനും സാധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി ഈ വർഷം നിങ്ങൾക്ക് ലഭിക്കാനും തുണയാവട്ടെ. സോ ഓൾ ദി ബെസ്റ്റ് ടു എവ്രി വൺ. ഇതാണ് ഈ എക്സാം ഹാൾ സ്ട്രാറ്റജി, ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ബൈ.